ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് ഒരു നെയ്മീൻ ഫ്രൈയുമായിട്ടാണ്. അതിനായി നമുക്ക് വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ നെയ്മീൻ കഷ്ണങ്ങൾ എടുത്ത് നല്ല വൃത്തിയായി കഴുകണം. വിനാഗിരിയും ഉപ്പും ചേർത്ത് നല്ല വൃത്തിയായിട്ട് കഴുകിയാൽ അതിൻ്റെ ഉടുമ്പും മണം കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് മാറി നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ നെയ്മീനാണ്. അതിൽ നമുക്ക് 8 പീസുകളാണ് ഉള്ളത്. ഇപ്പോൾ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാല, വറ്റൽമുളക് പൊടിച്ചത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉലുവാപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ നാരങ്ങയുടെ നീരും കൂടെ ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്ത് നമ്മുടെ നെയ്മീനിലേക്ക് പുരട്ടേണ്ടത്. പല സമയത്തും നമ്മുടെ ഈ അളവുകൾ പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് കൈയാണ് എൻ്റെ ഈ ഒരു അളവെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എടുത്ത സാധനങ്ങൾ എല്ലാ പൊടികൾ ഐറ്റംസ് എല്ലാം കൂടെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോഴാണ് കൂടുതൽ മിക്സായി വരത്തുള്ളൂ. നമുക്ക് എല്ലാ സാധനങ്ങളും ഒരുപോലെ മിക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു പീസിലേക്ക് നല്ലതുപോലെ പുരട്ടി കൊടുക്കണം. അങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം ഓരോ നമ്മുടെ നെയ്മീൻ പീസിനെയും എടുത്തതിന് ശേഷം അതിലേക്ക് വളരെ വൃത്തിയായിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ തേച്ച് പിടിപ്പിച്ച് അത് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്ക് അങ്ങനെ ഇരുന്നാൽ മാത്രമേ അതിൽ സത്തും കാര്യങ്ങളൊക്കെ ആ പീസിലേക്ക് ഇറങ്ങത്തുള്ളൂ. ഞാൻ സാധാരണ ചെയ്തു വരുന്നത് നമ്മുടെ ഈ പീസുകൾ തേച്ച് കഴിഞ്ഞതിന് ശേഷം ഇതെടുത്ത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അതൊരു അരമണിക്കൂർ പുറത്തിരിക്കുന്നതിനും എഫക്റ്റാണ് അതിലൊരു 15-20 മിനിറ്റ് ഇരിക്കുന്നത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കിയാൽ ഞാനിടുന്ന വ്യത്യസ്തപരമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുന്നതാണ്. അങ്ങനെ നമ്മുടെ നെയ്മീൻ പീസുകളെല്ലാം മസാലയിൽ പൊതിഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ മസാലയൊക്കെ നല്ല വൃത്തിയായിട്ട് തേച്ച് അവർ ആ ഒരു എണ്ണയിലേക്ക് എടുത്ത് ചാടാനുള്ള കാത്തിരിപ്പിനായിട്ടിരിക്കുകയാണ്. പരിമിതികളെ ഉൾക്കൊള്ളുന്നവ വളരെ ചുരുക്കമാണ്. എങ്കിലും എൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും സഹകരിക്കുക. അങ്ങനെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മുടെ മീൻ പീസുകളെ നമ്മുടെ എണ്ണയിലേക്ക് ഇടുകയാണ്. ആ എണ്ണയിലേക്ക് ഇടുന്നത് മാത്രമല്ല, നമ്മുടെ മസാല അധികം കരിഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഇരുവശവും തീ കുറച്ച് ചെറുതായിട്ട് മൂപ്പിച്ച് വേണം എടുക്കാനായി. അല്ലാതെ നമ്മളെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേവുന്നത് വളരെ കുറവുമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മുകളിൽ തേച്ചിരിക്കുന്ന മസാലയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതൊന്നേരം ഒരു ബ്ലാക്ക് കളറായിട്ടത് മാറും. അതിലും നല്ലത് ചെറിയ തീയിൽ കിടന്ന് വേവുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത നെയ്മീൻ പീസുകൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി ആ ഒരു പാത്രത്തിൽ തക്കാളി കൊണ്ടും സവാള കൊണ്ടും ചെറിയൊരു ആർട്ടൊക്കെ ചെയ്ത് വെച്ചു. വലിയൊരു ആർട്ടൊന്നുമല്ല, ചെറിയൊരു രീതിയിൽ ചെയ്ത് വെച്ചു. വീട്ടുകാർക്ക് എല്ലാവർക്കും ആ ഒരു ഫുഡിൻ്റെ പ്രിപ്പറേഷൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് RB Dream Vlogs 89. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സൈനിങ് ഓഫ്.